ലോകഭൂപടത്തിൽ ഭൗമരാഷ്ട്രീയത്തിന്റെ കാറ്റുഗതി മാറുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം വെറും നയതന്ത്ര മര്യാദകൾക്കപ്പുറം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ സഖ്യത്തിന് അടിത്തറയിട്ടിരിക്കുകയാണ്. ഹെക്സഗണൽ അലയൻസ് അഥവാ ഷഡ്കോണ സഖ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പുതിയ കൂട്ടായ്മയിലൂടെ ഭീകരവാദത്തിനെതിരെയും സാങ്കേതിക മുന്നേറ്റത്തിനായും ഇന്ത്യയെയും അറബ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും ഒരേ ചരടിൽ കോർത്തിണക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗംഗാതടം മുതൽ മെഡിറ്ററേനിയൻ തീരം വരെ നീളുന്ന ഈ സൗഹൃദം വെറുമൊരു വാക്കല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങളിലെ ആഗോള അധികാര കേന്ദ്രങ്ങളുടെ പുനർനിർണയമാണ്. നയതന്ത്ര ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പലപ്പോഴും ഔദ്യോഗിക രേഖകളിൽ മാത്രം ഒതുങ്ങാറാണ് പതിവ്. എന്നാൽ നെതന്യാഹുവും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മോദിയെ തൻ്റെ വ്യക്തിപരമായ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നെതന്യാഹു നടത്തിയ പ്രസ്താവന ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു. തങ്ങൾ ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കാറുണ്ടെന്നും മെഡിറ്ററേനിയൻ തീരത്തും ഗംഗാതീരത്തും തങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച നിമിഷങ്ങൾ ഈ ബന്ധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു വികസ്വര രാജ്യത്തിൻ്റെ നേതാവും ഒരു സൈനിക സാങ്കേതിക ശക്തിയുടെ തലവനും തമ്മിലുള്ള ഈ ആത്മബന്ധം കേവലം വൈകാരികമല്ല, മറിച്ച് പരസ്പര പൂരകങ്ങളായ രണ്ട് രാജ്യങ്ങളുടെ ആവശ്യകത കൂടിയാണ്. ഇസ്രയേലിൻ്റെ സൈനിക സാങ്കേതിക മികവും ഇന്ത്യയുടെ വിസ്തൃതമായ വിപണിയും മാനവ വിഭവശേഷിയും ഒത്തുചേരുമ്പോൾ അതൊരു ആഗോള ശക്തിയായി മാറുന്നു. വരാനിരിക്കുന്ന മോദിയുടെ ഇസ്രയേൽ സന്ദർശനം ഈ ബന്ധത്തിലെ മറ്റൊരു നിർണായക നാഴികക്കല്ലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭൗമരാഷ്ട്രീയത്തിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യം വെച്ചാണ് നെതന്യാഹു ഹെക്സഗൺ അലയൻസ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ, ഇസ്രയേൽ, അറബ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, മെഡിറ്ററേനിയൻ രാജ്യങ്ങളായ ഗ്രീസ്, അതുപോലെ സൈപ്രസ്, മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവരടങ്ങിയ ഈ ആറംഗ സംഘടന അതിസങ്കീർണമായ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇസ്രയേലും അറബ് രാജ്യങ്ങളും ഇന്ത്യയും ഒരേ വേദിയിൽ വരുന്നത് ചരിത്രപരമായ ഒരു മാറ്റമാണ്. കാലങ്ങളായി നിലനിന്നിരുന്ന ശത്രുതകൾ മറന്ന് ഭീകരവാദമെന്ന പൊതുശത്രുവിനെതിരെ പോരാടാൻ ഈ രാജ്യങ്ങൾ കൈകോർക്കുന്നു. റാഡിക്കൽ ഇസ്ലാമിക് ഭീകരവാദം ലോകത്തിന് ഭീഷണിയാണെന്ന ബോധ്യം ഈ രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്നു. സുന്നി തീവ്രവാദ ഗ്രൂപ്പുകളുടെ വെല്ലുവിളികളെ നേരിടാൻ ഒരു ഏകീകൃത പ്രതിരോധ നിര കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാമെങ്കിലും സുരക്ഷയും സാമ്പത്തിക വളർച്ചയും എന്ന പൊതുലക്ഷ്യത്തിന് മുന്നിൽ അവർ ഒന്നിക്കുന്നു. തീവ്രവാദത്തിനെതിരായുള്ള പോരാട്ടം ഈ സഖ്യത്തിൻ്റെ നട്ടെല്ലാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ദക്ഷിണേഷ്യയിൽ ഇന്ത്യയും നേരിടുന്ന പ്രധാന വെല്ലുവിളി അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ്. തീവ്രവാദം ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മാത്രം പ്രശ്നമല്ലെന്നും അത് ആഗോള ക്രമത്തെ തകർക്കുന്ന ഒന്നാണെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. തീവ്ര ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ഗ്രൂപ്പുകൾ ആഗോള തലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ തടയാൻ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിനും സംയുക്ത സൈനിക നീക്കങ്ങൾക്കും ഈ ഹെക്സഗൺ സഖ്യം വേദിയാകും. സമാധാനം ആഗ്രഹിക്കുന്ന അറബ് രാജ്യങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇതൊരു മതപരമായ പോരാട്ടമല്ല, മറിച്ച് പുരോഗമന ചിന്താഗതിക്കാരും തീവ്രവാദികളും തമ്മിലുള്ള പോരാട്ടമാണെന്ന സന്ദേശമാണ് ഇസ്രയേൽ നൽകുന്നത്. ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, സാങ്കേതിക വിദ്യ കൊണ്ടുകൂടി വേണം വരുംകാല യുദ്ധങ്ങൾ ജയിക്കാൻ എന്ന് ഇരു നേതാക്കളും വിശ്വസിക്കുന്നു. മോദിയുടെ സന്ദർശന വേളയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലകളിലെ സഹകരണത്തിനാണ്. ഇത് വെറുമൊരു ഭാവി പദ്ധതിയല്ല, മറിച്ച് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ അനിവാര്യതയാണെന്ന് നെതന്യാഹു അടിവരയിട്ട് പറയുന്നു. സാങ്കേതിക വിദ്യയിൽ ലോകത്തെ നയിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെയും ഇസ്രായേലിനെയും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. സൈനിക ആവശ്യങ്ങൾക്കും സിവിൽ ആവശ്യങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന AI സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കും. IT മേഖലയിൽ ഇന്ത്യക്കുള്ള കരുത്തും സ്റ്റാർട്ടപ്പ് രംഗത്ത് ഇസ്രായേലിനുള്ള മികവും ചേരുമ്പോൾ അതൊരു പുതിയ ഡിജിറ്റൽ യുഗത്തിന് തുടക്കമാകും. ഈ സഖ്യത്തിൻ്റെ രൂപീകരണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ചരിത്രപരമായി ഇസ്രായേലിനെ അംഗീകരിക്കാൻ മടിച്ചിരുന്ന അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അവരുമായി സഹകരിക്കാൻ തയ്യാറാകുന്നത് വലിയ മാറ്റമാണ്. എബ്രഹാം ഉടമ്പടികൾക്ക് ശേഷം തുടങ്ങിയ ഈ സഹകരണം ഹെക്സഗൺ സഖ്യത്തിലൂടെ കൂടുതൽ വിപുലമാവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളുമായും ഇസ്രയേലുമായും ഒരേ സമയം നല്ല ബന്ധം പുലർത്താൻ കഴിയുന്നത് നയതന്ത്രപരമായ വലിയ വിജയമാണ്. ഊർജ്ജ സുരക്ഷയ്ക്കായി അറബ് രാജ്യങ്ങളെയും പ്രതിരോധ സുരക്ഷയ്ക്കായി ഇസ്രയേലിനെയും ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഈ സഖ്യം വലിയ ആത്മവിശ്വാസം നൽകുന്നു.
സാമ്പത്തിക സഹകരണത്തിനോടൊപ്പം തന്നെ രാഷ്ട്രീയ ഒത്തുചേരൽ കൂടി സംഭവിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കുറയാനും അത് കാരണമായേക്കാം. ഭാരതവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിന് ദശകങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും പരസ്യമായ ഒരു ആത്മബന്ധത്തിലേക്ക് അത് മാറുന്നത് അടുത്ത കാലത്താണ്. പഴയകാല നയതന്ത്ര രീതികളിൽ നിന്നും മാറി പ്രായോഗികമായ വിദേശ നയമാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇസ്രയേലിലെ യാദ് വഷേം സ്മാരകം സന്ദർശിക്കുന്നതും ക്നെസെറ്റിൽ, അതായത് ഇസ്രയേൽ പാർലമെന്റിൽ പ്രസംഗിക്കുന്നതും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീകാത്മക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇത് ഇസ്രയേൽ ജനതയുമായുള്ള ഇന്ത്യയുടെ വൈകാരികമായ അടുപ്പത്തെയും സൂചിപ്പിക്കുന്നു. ലോകം വിവിധ ചേരികളായി തിരിയുമ്പോൾ ജനാധിപത്യ മൂല്യങ്ങളും സമാധാനവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ ചേരിയായി മാറാൻ ഹെക്സഗൺ സഖ്യത്തിന് സാധിക്കും. മെഡിറ്ററേനിയൻ കടൽ മുതൽ ഗംഗാ നദി വരെ നീളുന്ന ഈ പുതിയ സഖ്യം വെറുമൊരു അധികാര രാഷ്ട്രീയമല്ല, മറിച്ച് സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കാം എന്ന ബോധ്യത്തിന്റെ ഫലമാണ്. നെതന്യാഹുവും മോദിയും തമ്മിലുള്ള സൗഹൃദം ഈ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമായി മാറുകയാണ്. ഹെക്സഗൺ അലയൻസ് ലക്ഷ്യം വെക്കുന്നത് പോലെ തീവ്രവാദത്തെ അടിച്ചമർത്താനും അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ മുന്നേറാനും ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞാൽ വരും നൂറ്റാണ്ട് ഏഷ്യയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും പുരോഗതിയുടേതായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.